പ്രേംലാൽ, ഈ അമേരിക്കയും റഷ്യയുമാണ് ബഹിരാകാശ രംഗത്തെ ഈ പറയുന്ന ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നതിലൊക്കെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ബഹിരാകാശ രംഗത്ത് ആ രണ്ട് രാജ്യങ്ങളും തന്നെയാണ് ഒന്നാം സ്ഥാനത്ത്. എന്നാൽ ഇപ്പോൾ നമ്മുടെ ISRO കൊമേഴ്സ്യൽ സെക്ടറിൽ ഇത്തരത്തിൽ ഈ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നതാണോ, അല്ലെങ്കിൽ കൊമേഴ്സ്യൽ രംഗത്ത് ISRO അമേരിക്കയും റഷ്യയും ബഹിരാകാശത്ത് കടത്തിവെട്ടിയിരിക്കുന്നു, ബഹിരാകാശ രംഗത്ത് അവരുടെ വളർച്ചയെ കടത്തിവെട്ടിയിരിക്കുന്നു എന്നൊരു വാർത്ത കേൾക്കുന്നു. ISRO തീർച്ചയായിട്ടും അതങ്ങനെ ഒരു സംഗതി, അത് വെറും വാർത്തയല്ല, വാസ്തവമാണ്. കാരണം അത് ISRO സമീപകാലത്ത് നേടിയ നേട്ടങ്ങളുടെയും വിശ്വാസത്തിന്റെയും ഒരു പ്രതിഫലനമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. കാരണം ISROയുടെ PSLV എന്ന് പറയുന്ന ഒരു റോക്കറ്റ് ഉണ്ട്, പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ്. അതിപ്പോ വലിയ പ്രിയങ്കരമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയുടെ ഏറ്റവും തൊട്ടടുത്തുള്ള ഭ്രമണപഥമുണ്ടല്ലോ, അതായത് ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ മുതൽ അങ്ങോട്ടുള്ള മേഖല, 400 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ അവിടെ ബഹിരാകാശമാണ്. അത് കഴിഞ്ഞുള്ള മേഖലയിലാണ് നമ്മൾ ഈ കൃത്രിമ ഉപഗ്രഹങ്ങളെയൊക്കെ നിക്ഷേപിക്കുക. അപ്പൊ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ISROയുടെ ബഹിരാകാശ വാഹനമാണ് നമ്മുടെ ഈ PSLV, പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്ന റോക്കറ്റ്. അപ്പൊ ഇത് പരീക്ഷണത്തിൽ ഏതാണ്ട് ഏറ്റെടുത്ത ദൗത്യങ്ങളിൽ ഏകദേശം 100% തന്നെ വിജയം കൈവരിച്ചിട്ടുള്ള ഒരു ട്രാക്ക് റെക്കോർഡുള്ള ഒരു റോക്കറ്റാണ് PSLV. അപ്പോ ഇത് മാത്രമല്ല, നമ്മുടെ ISROയുടെ സമീപകാല ദൗത്യങ്ങളെല്ലാം തന്നെ വിജയകരമാണ്. ഇപ്പൊ ചന്ദ്രയാൻ ആയിക്കോട്ടെ, നമ്മുടെ ഗഗൻയാൻ മംഗൾയാൻ ആയിക്കോട്ടെ, ചന്ദ്രയാൻ ആയിക്കോട്ടെ, ഇതെല്ലാം വിജയകരമാണ്. നമ്മൾ ഗഗൻയാൻ പദ്ധതിയിലേക്ക് കടക്കുന്നു. അപ്പൊ ഇതെല്ലാം അന്താരാഷ്ട്ര ശ്രദ്ധ ISROയ്ക്ക് വലിയ രീതിയിൽ നേടിക്കൊടുക്കാൻ സഹായകരമായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഈ നാസയും, അമേരിക്കയുടെ നാസയും റഷ്യയുടെ ബഹിരാകാശ ഏജൻസിയുമാണ് ഈ രംഗത്തെ അധികായർ. കാരണം അവരാണ് ഒരുപക്ഷെ 60കളിൽ ഇന്ത്യ ഈ രംഗത്തേക്ക് കടന്നു വന്നതുപോലും ഈ രണ്ട് രാജ്യങ്ങളുടെയും സഹായത്തോടെയും പിന്തുണയോടും കൂടിയാണ്. പക്ഷെ അവിടെ നിന്ന് നമ്മുടെ ഒരു പഴയകാല ചിത്രമുണ്ടല്ലോ, ഒരു സൈക്കിളിന്റെ പിന്നിൽ റോക്കറ്റ് വെച്ച് കെട്ടി കൊണ്ടുപോയി അതിനെ വിക്ഷേപിച്ച് പരീക്ഷണം നടത്തിയ ആ ഒരു ISRO എന്ന് പറയുന്ന സ്ഥാപനമാണ് കഷ്ടിച്ച ഒരു 50 വർഷത്തിനിപ്പുറം ലോകം കീഴടക്കുന്ന വലിയൊരു ശക്തിയായിട്ട് മാറിയത് എന്നുള്ളത് തീർച്ചയായിട്ടും ISROയുടെ അണിയറയിൽ അതിന്റെ അർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിച്ച ഓരോ ശാസ്ത്രജ്ഞർക്കും അഭിനന്ദനം എന്ന ഒരു സംഗതി കൂടിയാണ്. ഇപ്പോ വിക്രം സാരാഭായ് തൊട്ട് നമ്മുടെ APJ അബ്ദുൽ കലാം തൊട്ട് അങ്ങനെ പ്രശസ്തരും അപ്രശസ്തരുമായിട്ടുള്ള നിരവധി പേരുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഈ ISRO ഇന്ന് അനുഭവിക്കുന്നത് എന്നതോടുകൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇപ്പൊ ഇവിടെ റഷ്യയെയും അമേരിക്കയെയും കൊമേഴ്സ്യൽ സെക്ടറിലാണ് നമ്മുടെ ISRO പിന്തള്ളിയിരിക്കുന്നത്. അതായത് പണം വാങ്ങി നടത്തുന്ന വിക്ഷേപണങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ മറ്റ് രാജ്യങ്ങളിലുള്ള സ്വകാര്യ കമ്പനികൾ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ തന്നെ ബഹിരാകാശ പേടകങ്ങളെ വഹിക്കുന്ന വാഹനമായിട്ട് ഇന്ത്യയുടെ PSLV മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ആ ഒരു മേഖലയിലാണ് ഈ അമേരിക്കയും റഷ്യയും ഇന്ത്യ മറികടന്നിട്ടുള്ളത്. ഇപ്പൊ 2017 നമ്മൾ ഒറ്റ മിഷനിൽ തന്നെ 104 സാറ്റലൈറ്റുകൾ ബഹിരാകാശത്തേക്ക് എത്തിച്ചിരുന്നു. അതിൽ 101 വിദേശ നിർമ്മിതമായിരുന്നു. അങ്ങനെയാണ് ഇന്ത്യ അല്ലെങ്കിൽ ISRO ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ വലിയ അന്താരാഷ്ട്ര പ്രാധാന്യം നേടുന്ന ഈ ഒരു ഒറ്റ സംഭവത്തിന്റെ പേരിലാണ്. അപ്പൊ ഇതിന് പിന്നാലെ ഇന്ത്യ ഏറ്റെടുത്ത് നടപ്പിലാക്കിയ വലിയ വലിയ ദൗത്യങ്ങളെല്ലാം തന്നെ ഒന്നിനു പിറകെ ഒന്നായിട്ട് വിജയകരമായിരുന്നു. ഇപ്പോ പേരിന് പറയുകയാണെങ്കിൽ നമ്മുടെ ചന്ദ്രയാൻ 2 അത് ഭാഗിക പരാജയമായി എന്ന് നമുക്ക് പേരിനെങ്കിലും പറയാം. പക്ഷെ അതിന്റെ ഓർബിറ്റർ ഇപ്പോഴും അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതും നമുക്ക് പൂർണ്ണ പരാജയമല്ലാത്തത് കൊണ്ട് തന്നെ അതിന്റെയും ക്രെഡിറ്റ് അവകാശപ്പെടാവുന്നതാണ്. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ മറ്റേ ലാൻഡിങ് സാധ്യമാക്കിയ രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യ നടന്നു കയറി. വലിയ താമസമില്ലാതെ ഇന്ത്യയുടെ ബഹിരാകാശ സഞ്ചാരികൾ ബഹിരാകാശത്തേക്ക് എത്തും. ഇന്ത്യയുടെ സ്വന്തമായ ബഹിരാകാശ നിലയം അണിയറയിൽ പണിപ്പുരയിലാണ്. അപ്പൊ ഇതെല്ലാം തെളിയിക്കുന്നത് ഈ മേഖലയിൽ ഇന്ത്യയുടെ കുതിപ്പ് തന്നെയാണ്. പക്ഷേ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോഴും സാറ്റലൈറ്റുകളുടെ എണ്ണം നോക്കുമ്പോൾ ഇപ്പോഴും അമേരിക്കയും റഷ്യയും തന്നെയാണ് മുൻപന്തിയിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പൊ അമേരിക്കയെ സംബന്ധിച്ച നാസ എന്ന് പറയുന്നവരുടെ ഔദ്യോഗിക സ്പേസ് ഏജൻസിക്ക് പുറമെ നമ്മുടെ എലോൺ മസ്കിന്റെ സ്പേസ് എക്സ് എന്ന് പറയുന്ന സ്വകാര്യ സ്ഥാപനവും നിരവധി സാറ്റലൈറ്റുകൾ ബഹിരാകാശത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ അവരുടെ മാത്രം ഏതാണ്ട് 8500 സാറ്റലൈറ്റുകളാണ് ബഹിരാകാശത്തുള്ളത്. തൊട്ടു പിന്നിലുള്ള റഷ്യക്ക് 1559 സാറ്റലൈറ്റുകളുണ്ട്.
മൂന്നാം സ്ഥാനം ചൈനയ്ക്കാണ്, 906 സാറ്റലൈറ്റുകളാണ് ചൈനയ്ക്കുള്ളത്. നാലാം സ്ഥാനം UK 763, അഞ്ചാം സ്ഥാനം ജപ്പാൻ 203, ആറാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യക്ക് സ്വന്തമായിട്ട് 136 സാറ്റലൈറ്റുകളാണ് ഉള്ളത്. അപ്പോ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ബഹിരാകാശ രംഗത്ത് സാറ്റലൈറ്റുകളുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പൊ ഈ PSLV എന്ന് പറയുന്ന ഇന്ത്യയുടെ ഈ ബഹിരാകാശ വാഹനം അല്ലെങ്കിൽ ആ റോക്കറ്റ്, അതിനെ ആശ്രയിക്കുന്നത് ഏറെയും ഈ ചെറിയ തരത്തിലുള്ള മൈക്രോ സാറ്റലൈറ്റുകൾ അല്ലെങ്കിൽ താരതമ്യേന ചെറിയ രീതിയിലുള്ള സാറ്റലൈറ്റുകളാണ് ഈ PSLV-നെ ആശ്രയിച്ച് ബഹിരാകാശത്തേക്ക് എത്തുന്നത്. ഇപ്പോ നമ്മുടെ എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റ് കുഞ്ഞൻ സാറ്റലൈറ്റുകളുടെ ആയിരക്കണക്കിന് ഒരു വലിയൊരു ശൃംഖല തന്നെയാണ്. അപ്പൊ അതേപോലെ ചെറിയ ചെറിയ സാറ്റലൈറ്റുകളാണ് ഇത് PSLV വിക്ഷേപിക്കുന്നത്. ഈ പ്രതിരോധ രംഗത്തെ ഉള്ള കാര്യങ്ങൾ പോലും സൈനികമായിട്ട് മുന്നേറുന്നതിനും നമ്മുടെ അതിർത്തി രക്ഷയുടെ ഭാഗമായിട്ടുള്ള സാറ്റലൈറ്റുകളും ഇതിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇപ്പൊ ഇപ്പോഴൊരു സുപ്രധാന സംഗതി ഈ കൊമേഴ്സ്യൽ ലോഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ ബാഹുബലി റോക്കറ്റ് എന്നറിയപ്പെടുന്ന ISROയുടെ LVM-3 ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 എന്ന് പറയുന്ന ഭീമാകാരമായ റോക്കറ്റ്, അത് അമേരിക്കൻ സ്ഥാപനമായ ബ്ലൂബേർഡ്, അമേരിക്കൻ സ്ഥാപനമായ AST സ്പേസ് മൊബൈൽ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ബ്ലൂബേർഡ് എന്ന് പറയുന്ന സാറ്റലൈറ്റ്, അതിന്റെ 6ാമത് വെർഷൻ അവര് നമ്മുടെ LVM റോക്കറ്റിലാണ് കയറ്റി അയക്കുന്നത്. അപ്പൊ ഈ സാറ്റലൈറ്റിന് ഏതാണ്ട് 6.5 ടൺ ഭാരമുണ്ട്. അപ്പൊ നമ്മുടെ ഈ LVM മാർക്ക് 3 റോക്കറ്റ് 8 ടൺ വരെ വാഹക ശേഷിയുള്ള ഒരു റോക്കറ്റാണ്. അപ്പൊ അതിൽ ഇവർ വിശ്വാസം അർപ്പിക്കുന്നു. അപ്പൊ അമേരിക്കയില് സ്പേസ് എക്സ് പോലെയോ നാസ പോലെയുള്ള വലിയ വലിയ ഏജൻസികൾ ഉണ്ടെങ്കിലും ഒരു അമേരിക്കൻ സ്ഥാപനം ഇന്ത്യയെ തേടി വരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഈ പറയുന്ന സാറ്റലൈറ്റ് കഴിഞ്ഞ ഒക്ടോബർ 19-ാം തീയതിയാണ് നമ്മുടെ ഇന്ത്യയിൽ എത്തിയത്. അത് ISROയുടെ കീഴില് അതിന് വേണ്ട ചില ഭേദഗതികളൊക്കെ വരുത്തിയാണ് ഇത് നമ്മൾ LVM മാർക്ക് 3 റോക്കറ്റിൽ അത് വഹിക്കാൻ പര്യാപ്തമായ രീതിയിൽ തന്നെ സജ്ജീകരിച്ചത്. അപ്പൊ അതിന്റെ വിക്ഷേപണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണ വിജയമായി എന്നുള്ളതാണ് വിവരം. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്, അതായത് അമേരിക്കയെ പോലെയുള്ള വമ്പൻ ബഹിരാഷ്ട്ര രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ ISROയെ ആശ്രയിക്കുന്നതിന്റെ പിന്നിലുള്ള ഒറ്റ കാരണമേ ഉള്ളൂ. സമീപകാലങ്ങളിൽ ISRO നേടിയിട്ടുള്ള വമ്പൻ വിജയങ്ങൾ, അതുമൂലം അവർക്ക് ഉണ്ടായിരിക്കുന്ന ഒരു വിശ്വാസ്യത, കൂടാതെ ചെലവ് കുറഞ്ഞ ദൗത്യങ്ങളാണ് ISRO ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത്. അതിന്റെ കാരണം ISROയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കാണ് ആ ക്രെഡിറ്റ് ഉള്ളത്. അതിൽ ജോലി ചെയ്യുന്ന പലരും വമ്പൻ ഓഫറുകളൊക്കെ നിരസിച്ചുകൊണ്ട്, ഇപ്പോ നാസയിൽ നിന്നോ മറ്റോ ഒക്കെയുള്ള അതിലെ ശാസ്ത്രജ്ഞന്മാർക്ക് വമ്പൻ ഓഫറുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും രാജ്യത്തിന്റെ സേവനത്തിന് വേണ്ടി തൽപരരായി പ്രവർത്തിക്കുന്ന സേവന തൽപരരായ ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാരുടെ കൂട്ടായ്മയാണ് ISRO. അപ്പൊ അങ്ങനെ പ്രവർത്തന ചെലവിൽ വൻ തുക ലാഭിച്ചാണ് അവര് ഈ തരത്തിൽ അവരുടെ വിക്ഷേപണ പദ്ധതികളൊക്കെ തന്നെ വലിയ ചെലവ് കുറഞ്ഞുള്ള പരിപാടികളിലേക്ക് പോകുന്നത്. അതേപോലെ തന്നെ തദ്ദേശീയമായ സാങ്കേതിക വിദ്യയുടെ പ്രയോജനവും കൂടി നമ്മൾ തേടുന്നുണ്ട്. അപ്പൊ അതും വിദേശ സാങ്കേതിക വിദ്യയുടെ ആശ്രയത്വം കുറയ്ക്കുന്നതും ഈ ചെലവ് കുറഞ്ഞ വിക്ഷേപണ പദ്ധതികൾ നടപ്പിലാക്കാൻ ISROയെ പ്രാപ്തമാക്കുന്നു. അപ്പൊ അതിന്റെ ഗുണം ഇതേപോലെയുള്ള വമ്പൻ ഓഫറുകൾ മറ്റു പല രാഷ്ട്രങ്ങളും ഇന്ത്യയെ തേടി വരുന്നു. അതിൽ ആ രംഗത്ത് വലിയ കുതിച്ചുചാട്ടം, ധാരാളമായിട്ടുള്ള വിദേശ നാണയം നേടിയെടുക്കാനൊക്കെ ISROയ്ക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവത്തിന്റെയൊക്കെ ആകെ ഒരു ചുരുക്കം.